പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി തിരുവനന്തപുരത്ത് ബിജെപി കൗൺസിലർ ജീവനൊടുക്കി. തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാറിനെയാണ് കൗൺസിലറുടെ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം. താൻ എല്ലാവരെയും സഹായിച്ചെങ്കിലും പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടു. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. സൊസൈറ്റിക്ക് കിട്ടാനുള്ള വായ്പാ തുക പിരിച്ചെടുത്ത് നിക്ഷേപകർക്ക് നൽകണമെന്നും കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. എട്ടര മണിയോടെ തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളും പുറത്തു വന്നിരുന്നു. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടി രൂപയിലധികം വായ്പ നൽകിയിരുന്നു. വായ്പ കൊടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. എല്ലാ കുറ്റവും തന്റെ പേരിലായി. താൻ ഒറ്റപ്പെട്ടു. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് ബിജെപി നേതാക്കളും സ്ഥിരീകരിക്കുന്നു. തിരുമല വാർഡിന്റെ ജനപ്രിയ കൗൺസിലർ കൂടിയായിട്ടുള്ള തിരുമല അനിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തിരുമലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. തിരുമല അനി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വളർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തിരുമല വാർഡിലും തൃക്കണ്ണാപുരം വാർഡിലും 2015-ലും 2020-ലും 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച തിരുമല അനില് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അനിൽകുമാർ കുറച്ചുനാളായി കൗൺസിലിൽ ഹാജരായിരുന്നില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച്, നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചു നാളായി അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബോഡി മോർച്ചറിയിലാണുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. സംഭവത്തിൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ സഹായം അഭ്യർത്ഥിച്ച് തന്നെ അനിൽ വന്ന് കണ്ടിരുന്നു എന്ന് അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ബിജെപി പ്രവർത്തകരുടെ വിമർശനം ഉണ്ടായി. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിനെ സംബന്ധിക്കുന്ന മാധ്യമ വാർത്തകൾക്കെതിരെ ബിജെപി പ്രവർത്തകർ രംഗത്തെത്തി. നിരവധി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. ന്യൂസ് 18 ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനും ക്യാമറാമാനും KUWJ ജില്ലാ ട്രഷററുമായ ജി പ്രമോദിനും മർദ്ദനമേറ്റു. ജി പ്രമോദിന്റെ ക്യാമറയും ന്യൂസ് 18 കേരളയുടെ ക്യാമറയും അടിച്ചു തകർത്തു.
ന്യൂസ് 18 തിരുവനന്തപുരം.